ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലദീനം യോഗിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭയരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം. കൃഷ്ണചരിതാമൃതത്തിൽ ഭഗവാൻ ബലരാമൻ വൃന്ദാവനം സന്ദർശിക്കുന്ന ഭാഗമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. വസന്തകാലമായിരുന്നതിനാൽ വിവിധ പുഷ്പങ്ങളുടെ വിശേഷിച്ചും കൗമുദി പുഷ്പത്തിൻ്റെ സുഗന്ധം വഹിച്ചുകൊണ്ട് യമുനാ തീരത്ത് കാറ്റ് മന്ദമായാണ് വീശിയിരുന്നത്. ആകാശം നിറയെ നറുനിലാവ് നിറഞ്ഞ ചുറ്റിലും പരന്നൊഴുകുകയും ചെയ്തിരുന്നു. ഇങ്ങനെ യമുനാ തീരം പ്രകാശമാനവും ഹൃദ്യവുമായിരുന്നു. അവിടെ ഭഗവാൻ ബലരാമൻ ഗോപികമാരോടുമൊത്ത് സമാഗമം ആഘോഷിക്കുകയായിരുന്നു, അത് ആസ്വദിക്കുകയായിരുന്നു. വരുണദേവൻ മരപ്പത്തുകളിൽ നിന്നൂറി വരുന്ന ദ്രാവകാവസ്ഥയിലുള്ള തേനിൻ്റെ രൂപത്തിൽ തൻ്റെ പുത്രിയായിരിക്കുന്ന വാരുണിയെ അങ്ങോട്ടയച്ചു. ഈ തേൻ കാരണം വനമാകെ സുഗന്ധപൂരിതമായി. ദ്രവ്യരൂപത്തിലുള്ള മധുവായിരിക്കുന്ന വാരുണിയുടെ സുഗന്ധം ബലരാമനെ വശീകരിച്ചു. ബലരാമനും ഗോപികമാരും വാരുണിയുടെ സ്വാദിൽ അത്യന്തം ആകർഷരായി. അവരെല്ലാവരും ഒത്തുചേർന്ന് ആ മധു ആവോളം നുകർന്നു. ഈ സ്വാഭാവിക പാനീയം കുടിക്കുമ്പോൾ ഗോപികമാരെല്ലാം ഭഗവാൻ ബലരാമൻ്റെ മഹിമാനങ്ങൾ പ്രകീർത്തിച്ചിരുന്നു. വാരുണി കുടിച്ച് ഉന്മത്ത ആയ പോലെ ഭഗവാൻ ബലരാമൻ ഏറ്റവും സന്തുഷ്ടനായി. ഹൃദ്യമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ കൃഷ്ണമണികൾ ഇളകി മറിഞ്ഞു. കാട്ടുപൂക്കൾ കൊണ്ട് കൊരുത്ത നീണ്ട ഒരു മാല്യം അദ്ദേഹം അണിഞ്ഞിരുന്നു. ഈ അതീന്ദ്രിയ ആനന്ദം മൂലം അന്തരീക്ഷം മുഴുവൻ അതീന്ദ്രിയ ആനന്ദം അലയടിക്കുകയും ചെയ്തു. ഭഗവാൻ ബലരാമൻ അതിമനോഹരമായി പുഞ്ചിരിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖത്തെ അലങ്കരിച്ചിരുന്ന വിയർപ്പ് തുള്ളികൾ പ്രഭാതത്തിലെ മഞ്ഞുതുള്ളികൾ പോലെ ശാന്തമായിരുന്നു എന്നർത്ഥം. ഇവിടെ ബലരാമൻ അല്ലെങ്കിൽ തന്നെ ഈ ലഹരി പദാർത്ഥം അല്ലെങ്കിൽ മദ്യം ഒക്കെ അതുപോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന കൂട്ടത്തിലായിരുന്നു എന്നർത്ഥം. ഇതിന് ശേഷവും തീർത്ഥാടന സമയത്തൊക്കെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഗോപികമാരുമായിട്ടുള്ള സമാഗമത്തിൽ വരുണൻ ബലരാമനെ ആനന്ദിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുണൻ ഉണ്ടാക്കി വച്ചിരുന്ന ദ്രാവക രൂപത്തിലുള്ള ദ്രവ്യരൂപത്തിലുള്ള ഒരു സുഗന്ധം വമിക്കുന്നതുമായിരിക്കുന്ന ഒരു ലഹരി പദാർത്ഥം ഇവരിരിക്കുന്ന യമുനാ തീരത്ത് ഇല്ലെങ്കിൽ ആ ഗോകുലത്തിൽ ആകെ വനത്തിലാകെ വൃന്ദാവനത്തിലാകെ അതിൻ്റെ സുഗന്ധത്തെ പരത്തി അതിൻ്റെ കാറ്റടിക്കുന്നതും കൊണ്ട് തന്നെ അതിൽ നിന്നുള്ള ഒരു ലഹരി അത് ശ്വസിക്കുന്നവർക്കെല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരു ലഹരി മരുന്ന് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് ഇന്നത്തെ രീതിയിൽ കണക്കാക്കാം. അപ്പോൾ കാറ്റടിക്കുന്നതൊക്കെ അവിടെയൊക്കെ ഇതിൻ്റെ സുഗന്ധം പരന്നൊഴുകി. അതിലെല്ലാവരും അതിൽ ബലരാമനടക്കം ഗോപികമാരും ആ സമാഗമത്തിൽ അതിൻ്റെ സുഗന്ധത്തിൻ്റെ അത് സുഗന്ധത്തിന് ലഭിക്കുന്ന ആ ആനന്ദത്തിൽ ഒരു ലഹരിയിൽ തന്നെ ആനന്ദിച്ച് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ദ്രവ്യരൂപത്തിലുള്ള മധുവായിരിക്കുന്ന വാരുണിയുടെ സുഗന്ധം ബലരാമനെ പോലും വശീകരിച്ചു. ബലരാമനും ഗോപികുമാരും വാരുണിയുടെ സ്വാദിൽ അത്യന്തം ആകർഷരായി. അവരെല്ലാവരും ഒത്തുചേർന്ന് ആ മധു ആവോളം നുകരുകയും ചെയ്തു. ഇങ്ങനെ ഒരു സാധാരണ രീതിയിൽ സ്വാഭാവികമായിരിക്കുന്ന ഒരു പാനീയം കുടിക്കുമ്പോൾ ഗോപികമാരെല്ലാം ഭഗവാൻ ബലരാമൻ്റെ മഹിമാനങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്തിരുന്നു. വാരുണി കുടിച്ച് ഉന്മത്തനായവനെ പോലെ ഭഗവാൻ ബലരാമൻ മാറി. അതീവ സന്തുഷ്ടനായി ഹൃദ്യമായി ചിരിച്ചു. ഹൃദ്യമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ കൃഷ്ണമണികൾ ഇളക്കി മറിഞ്ഞു. കാട്ടുപൂക്കൾ കൊണ്ട് കൊരുത്ത നീണ്ട ഒരു മാല്യം അദ്ദേഹം ധരിച്ചിരുന്നു. അതിലും ഒരു അതീന്ദ്രിയ ആനന്ദം ഉണ്ടായിരുന്നു എന്നർത്ഥം. ഭഗവാൻ ബലരാമൻ അതിമനോഹരമായിട്ട് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ തന്നെ മുഖത്തെ വല്ലാതെ അലങ്കരിക്കുന്ന വിയർപ്പ് തുള്ളികളും പ്രഭാതത്തിലെ മഞ്ഞുതുള്ളികൾ പോലെ പ്രകാശിച്ചു. ബലരാമൻ ഇങ്ങനെ ഉത്സാഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഭാവത്തിലായിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഗോപികമാരുമൊത്ത് യമുനാജലത്തിൽ
മേളിക്കണമെന്ന് ആഗ്രഹം തോന്നി. അതിനാൽ അദ്ദേഹം യമുനയോട് അടുത്ത് ചെല്ലാൻ ആവശ്യപ്പെട്ടു. യമുന കുറച്ച് ദൂരെയാണ് ഒഴുകുന്നത്. ഇവർ ആ തീരത്താണെങ്കിലും ഇവരുടെ അടുത്തേക്ക് വരാൻ ബലരാമൻ ആവശ്യപ്പെട്ടു. ബലരാമൻ മദ്യപിച്ചിരിക്കുകയായിരിക്കുന്ന, അതായത് ലഹരിയിലായിരുന്നു കരുതി. അതെങ്കിലും മദ്യപാനം ആണ്, ഇല്ലെങ്കിൽ മദ്യപിച്ച ലഹരിയിലാണെന്ന് കരുതിയിട്ട് യമുന ബലരാമൻ്റെ അടുത്തേക്ക് വന്നില്ല. ബലരാമൻ്റെ കൽപ്പന അവഗണിക്കുകയാണ് ചെയ്തത്. യമുനയുടെ ഈ അവഗണനയിൽ ഭഗവാൻ ബലരാമന് ഏറെ നീരസമുണ്ടായി. നദീതീരത്തെ മുഴുവൻ തൻ്റെ കൽപ്പനയെ അംഗീകരിക്കാതെ അവഗണിച്ച യമുനയെ ആ നദീതീരത്ത് മുഴുവൻ തൻ്റെ കലപ്പയുടെ കൊഴു കൊണ്ട് മാന്തി കീറാൻ ബലരാമന് തോന്നി. ഭഗവാൻ ബലരാമൻ രണ്ടായുധമാണ് ഉള്ളത്. ഒന്ന് കലപ്പയും ഗദയും. ആവശ്യമുള്ളപ്പോഴൊക്കെ അവയുടെ സേവനം സ്വീകരിക്കും. ഇത്തവണ യമുനയെ ബലം പ്രയോഗിച്ച് സമീപത്ത് കൊണ്ടുവരാനാണ് അദ്ദേഹം കലപ്പ കൊണ്ട് ചെയ്യാൻ തീരുമാനിച്ചത്. അതിനാൽ കലപ്പയുടെ സഹായം തേടി. തൻ്റെ കൽപ്പന കേട്ട് അനുസരണയോടെ വന്നെത്താത്തതിനാൽ യമുനയെ ശിക്ഷിക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. ഹേ യമുനെ, നമ്മുടെ കൽപ്പനയെ നീ നിരാകരിക്കുകയാണ് അല്ലേ? നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. നീ സ്വമേധയാ നമ്മുടെ അടുത്ത് വന്നില്ല. അതിനാൽ ഇപ്പോൾ എൻ്റെ കലപ്പ ഉപയോഗിച്ചുകൊണ്ട് നിന്നെ ബലം പ്രയോഗിച്ച് ഞാൻ ഇവിടെ വരുത്തും. നിന്നെ ഞാൻ കീറി മുറിച്ച് 100 അരുവികളാക്കി മാറ്റുന്നുണ്ട് എന്ന് യമുനാ നദിയോട് പറഞ്ഞു. അപ്പോൾ ഇന്നും പോയാൽ നമുക്ക് കാണാം, യമുനാ നദി ശരിക്കും ശ്രീകൃഷ്ണൻ ബലരാമനുമൊക്കെ ബാലലീലയുടെ സമയത്തൊക്കെ, അതായത് കാളിയമർദ്ദനം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് യമുനാ നദി ഈ കദംബവൃക്ഷത്തിൻ്റെയും ഇല്ലെങ്കിൽ വസ്ത്രാഹരണം, ഗോപികമാരുടെ വസ്ത്രാഹരണം നടക്കുന്ന സമയത്തും അതും ഒരു കദംബവൃക്ഷത്തിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ടാണ് ഈ വസ്ത്രങ്ങൾ അപഹരിച്ച് അവിടെ ഒളിപ്പിച്ചതൊക്കെ. അതേപോലെ തന്നെ ഒരു കദംബവൃക്ഷത്തിന്, അത് നമുക്കിന്നും പോയാൽ അറിയാം, വൃക്ഷങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. വസ്ത്രഹരണം നടത്തിയ കദംബവൃക്ഷവും കാളിയമർദ്ദനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ശ്രീകൃഷ്ണൻ യമുനാ നദിയിലേക്ക് എടുത്ത് ചാടി എന്ന് പറയപ്പെടുന്ന ആ വൃക്ഷവും ഇന്നും നമുക്ക് അത് നശിക്കാതെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ യമുനാ നദി ഒരുപാട് അകലെയായിപ്പോയി. ഇപ്പം കാണുന്നത് ഈ കദംബവൃക്ഷത്തിൻ്റെ തീരത്തല്ല, അല്ലെങ്കിൽ കദംബവൃക്ഷം യമുനാ നദിയുടെ തീരത്തായിരുന്നു അന്ന് നിന്നിരുന്നത്. ഇന്ന് എവിടെയോ നിൽക്കുന്ന ഒരു വൃക്ഷം പോലെ നമുക്ക് തോന്നും. കാരണം നദി കുറച്ചുകൂടെ ദൂരെ ഒഴുകുന്നത്. അതിന് കാരണം ഈ ബലരാമൻ യമുനാ നദിയെ കലപ്പ കൊണ്ട് പിടിച്ചു വലിച്ചതാണ് എന്ന് ഭാഗവതം പറയുന്നുണ്ട്. അതാണ് ഇവിടെ വിസ്തരിക്കുന്നത്. എന്നെങ്ങനെയാണ് ആ സംഭവം എന്ന് പറയാൻ. അപ്പം കുറച്ച് മദ്യലഹരിയെ പോലെയായി. യമുനാ നദിക്കും തോന്നി മദ്യം കഴിച്ചിട്ടാണ് ബലരാമൻ ഈ പിടിവാശയൊക്കെ പിടിക്കുന്നതെന്ന് തോന്നി. കാരണം മദ്യലഹരി പോലെ ഒരു ഉന്മത്ത അവസ്ഥ എല്ലാവർക്കും ഉണ്ടായി. ഗോപികമാർക്കും ഉണ്ടായി, ബലരാമനും ഉണ്ടായി. ഈ വാരുണി എന്ന് പറയുന്ന ഒരു ദിവ്യ സുഗന്ധം വമിക്കുന്ന വരുണാൽ നിർമ്മിക്കപ്പെട്ട ഇതിൻ്റെ സുഗന്ധവും ഒരു ദിവ്യ രൂപത്തിലുള്ള, ദ്രവരൂപത്തിലുള്ള ഒരു മധുവാണത്. അത് വരുണനാണ് അതിൻ്റെ നിർമ്മാതാവും. അതിവരെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരുണൻ പ്രയോഗിച്ച ഒരു തന്ത്രമാണെന്ന് വരെ പറയാം. അതുകൊണ്ട് ഇവരെല്ലാവരും അതിൻ്റെ ലഹരിയിലായിപ്പോയി. യമുനാ നദി തന്നെ ഈ തൻ്റെ അടുത്തേക്ക് വരാനൊക്കെ ബലരാമൻ കൽപ്പിച്ചപ്പോൾ ഇത് മദ്യത്തിൻ്റെ ലഹരി പറയുകയാണെന്നുള്ള തോന്നലാൽ ബലരാമൻ പറഞ്ഞതൊക്കെ അവഗണിച്ചു. അപ്പം സ്വതവേ ലഹരി ഉന്മത്തനായിട്ടിരിക്കുന്നവർ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതിരുന്നു കഴിഞ്ഞാൽ ദേഷ്യം വരും. അപ്പം അതീവ കോപിഷ്ഠനായിരിക്കുന്ന ബലരാമൻ യമുനാ നദിയെ ഒരുപാട് ചീത്ത പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ നീ കേൾക്കില്ല എന്ന് പറഞ്ഞ് ഇപ്പം ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ശിക്ഷിക്കുന്ന വിധത്തിൽ കലപ്പ കൊണ്ട് യമുനാ നദിയെ പിടിച്ച് വലിക്കും, ഇല്ലെങ്കിൽ കീറി മുറിച്ച് 100 അരുവികളാക്കി മാറ്റുമെന്ന് പറഞ്ഞു. ഇപ്രകാരം ഭീഷണിപ്പെടുത്തിയപ്പോൾ ബലരാമൻ്റെ ശക്തിയെ ഭയന്ന് യമുന തൽക്ഷണം നേരിട്ട് വരികയുണ്ടായി. ആ പാദപത്മങ്ങളിൽ വീണ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: എൻ്റെ പ്രിയപ്പെട്ട ബലരാമ, അങ്ങ് പരമശക്തനാണ്, എല്ലാവർക്കും പ്രിയങ്കരനാണ്. നിർഭാഗ്യവശാൽ അങ്ങയുടെ ഭാസുരവും
പ്രോന്നതമായിരിക്കുന്ന ഇപ്പോഴത്തെ നില തന്നെ ഞാൻ മറന്നുപോയി. ഇപ്പോൾ എനിക്ക് ബോധമുദിച്ചു. ഈ ലോകങ്ങളെ മുഴുവൻ അവിടുത്തെ അംശാവതാരമായിരിക്കുന്ന ശേഷരൂപത്തിൽ അവിടുന്ന് ശിരസിൽ വഹിക്കുന്നു. ഈ ഭൂമിയെ മുഴുവൻ, പ്രപഞ്ചത്തെ മുഴുവൻ സർപ്പത്തിൻ്റെ ഒരു തലയിലാണ് ഇരിക്കുന്നതെന്ന്. 7 തലയുള്ളതിൽ ഒരു തലയിലാണ് ഭൂമിയെ ഏറ്റിയിരിക്കുന്നത് എന്ന് ഇവിടെ യമുനാ നദിയും ബലരാമനെ ഉദ്ദേശിച്ചുകൊണ്ട്, അതേ ശേഷൻ എന്ന് പറയുന്ന ആ അനന്തൻ്റെ അവതാരമാണ് ബലരാമൻ എന്ന് മനസ്സിലാക്കിയിട്ടാണ് യമുനാ നദി ബലരാമനെ സ്തുതിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പോഴാണ് അങ്ങയുടെ മഹത്വം ഓർമ്മ വന്നത്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്നത് അങ്ങാണ്. പ്രിയപ്പെട്ട പരമപുരുഷ, 6 ഐശ്വര്യങ്ങളും നിറഞ്ഞവനാണ് അങ്ങ്. അവിടുത്തെ സർവശക്തിത്വം മറന്ന് അവിടുത്തെ കൽപ്പന അനുസരിക്കാത്തതിൽ എനിക്ക് തെറ്റുപറ്റി. അങ്ങനെ ഞാൻ കുറ്റവാളിയായി. എന്നാൽ ഭഗവാനെ, ഞാൻ അങ്ങയ്ക്ക് വിധേയമായി അങ്ങയിൽ ശരണം പ്രാപിച്ചിരിക്കുന്നു. എന്നോട് പൊറുക്കേണമേ. അവിടുത്തെ അഹേതുകമായിരിക്കുന്ന കാരുണ്യ അതിരേകത്താൽ എന്നെ വെറുതെ വിട്ടാലും എനിക്ക് മാപ്പ് നൽകിയാലും എന്ന് പറഞ്ഞ് സാഷ്ടാംഗം നമസ്കരിച്ചു. ഈ വിധേയഭാവം കാണിച്ചതിനാൽ യമുനയ്ക്ക് മാപ്പ് ലഭിച്ചു. അവൾ അടുത്ത് വന്നപ്പോൾ അവളുടെ ജലാന്തർഭാഗത്ത് ഗോപിമാരുമൊത്ത് കൊമ്പനാന അനേകം പിടിയാനകളോടൊന്നിച്ച് ജലത്തിലിറങ്ങി നീന്തിക്കളിച്ച് രസിക്കുന്നത് പോലെ ഭഗവാൻ ബലരാമൻ ഗോപികളുമായിട്ട് രസിച്ചു എന്നാണ് പറയുന്നത്. വളരെ നേരം കഴിഞ്ഞ് മതി വരുവോളം ആസ്വദിച്ച ശേഷം ബലരാമൻ വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറി. ഉടൻ തന്നെ ഒരു ഭാഗ്യദേവത അദ്ദേഹത്തിന് 1-ാം തരം പട്ടുവസ്ത്രവും വിലപ്പെട്ട ഒരു സ്വർണ്ണമാലയും കാഴ്ചവെച്ചു. യമുനാ സ്നാനത്തെ തുടർന്ന് നീലവസ്ത്രം ധരിച്ച് സ്വർണ്ണമാല കൊണ്ട് അലങ്കൃതമായി നിൽക്കുന്ന ബലരാമൻ സർവ ആകർഷണീയനായിട്ട് എല്ലാവർക്കും തോന്നി. ഭഗവാൻ ബലരാമൻ്റെ നിറം വെളുപ്പാണ്. യുക്തമായ രീതിയിൽ വസ്ത്രധാരണം ചെയ്യുമ്പോൾ ബലരാമൻ സ്വർലോകാധിപതിയായിരിക്കുന്ന ദേവേന്ദ്രൻ്റെ വാഹനമായിരിക്കുന്ന ഐരാവതത്തെ പോലെ കാണപ്പെട്ടു. ഭഗവാൻ ബലരാമൻ്റെ കലപ്പയുടെ കൊഴുകൊണ്ട് മാന്തി കീറിയതിനാൽ യമുനാ നദിക്ക് ഇന്നും അനേകം ചെറിയ ചെറിയ കൈവഴികൾ അവിടെ കാണപ്പെടാം. യമുനാ നദിയുടെ യഥാർത്ഥ ഒഴുക്കിൻ്റെ പാത അവിടെ മാറിയും ഇന്ന് കാണപ്പെടാം. അപ്പോൾ ശാഖകളൊക്കെ ഭഗവാൻ ബലരാമൻ്റെ സർവശക്തിക്ക് കുറിച്ചും ഇന്നും പ്രകീർത്തിക്കപ്പെടുന്നുണ്ട്. ഭഗവാൻ ബലരാമനും ഗോപികമാരും ഒത്തുചേർന്ന് 2 മാസക്കാലം തുടർച്ചയായിട്ട് എല്ലാ രാത്രിയും അതീന്ദ്ര ലീലകൾ ആസ്വദിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. ആ രാത്രികളെല്ലാം കൂടി ഒറ്റ രാത്രി ആയിരുന്നോ എന്ന് തോന്നുമാറ് അതിവേഗമാണ് സമയം കടന്നുപോയത്. ഭഗവാൻ ബലരാമൻ്റെ സാന്നിധ്യത്തിൽ ഗോപികമാരും വൃന്ദാവനത്തിലെ മറ്റുള്ളവരും പണ്ട് ഭഗവാൻ കൃഷ്ണൻ്റെയും ഭഗവാൻ ബലരാമൻ്റെയും സാന്നിധ്യത്തിൽ എന്ന പോലെ അത്യന്തം ഉത്സാഹഭരിതരായിട്ട് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. ഇവിടെ ഈ ആധ്യാത്മികമായിട്ടുള്ള ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലെ കഥകളുമൊക്കെ നമുക്ക് നോക്കിയാൽ ഇവിടെയെല്ലാം ഒരു പ്രേയസിൻ്റെ പ്രതിഭാസം, അതായത് പ്രേയസ് എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് കാണപ്പെടുന്ന ഒരു അതീന്ദ്രിയ ആനന്ദത്തിൻ്റെ അവസ്ഥയാണ്. ഇവിടെ ഈശ്വര വിചാരമുള്ള ഈശ്വരൻ്റെ ഒപ്പം കഴിഞ്ഞ ഗോപികമാരും ഇല്ലെങ്കിൽ ആ വൃന്ദാവനം തന്നെ ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും സാന്നിധ്യം അന്നും ഇന്നും നിലനിൽക്കുന്നതാണ്. പക്ഷേ ഇന്ന് അതിൻ്റെ ആസ്വാദനവും ഇല്ലെങ്കിൽ അതിനെ നിലനിർത്തുന്ന ആ സാധനാബലവും ഇന്നുള്ളവർക്ക് ഇല്ലാത്തത് കൊണ്ട്, എന്നാലും ആ മണ്ണിൻ്റെ ഓരോ അംശത്തിലും ആ ഓരോ മണൽത്തരിയിലും ഭഗവാന്റെ സാന്നിധ്യമുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അത് ആ രീതിയിൽ അതേ ഭാവനയിൽ കാണുന്നവർക്ക് മാത്രമേ അത് അനുഭവിക്കാൻ സാധിക്കൂ. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷ്യോപിതും സാകാലേനേഖമകഥാ യോഗോ നഷ്ടപരന്തപ എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ഈ അതീന്ദ്രിയമായിരിക്കുന്ന ശക്തി ഈശ്വരൻ്റെ ശക്തിയാണ്, ഒരു എനർജിയാണ്. ആ സാന്നിധ്യം കൊണ്ട് അനുഭവിക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ പോലും അതിനെ നിലനിർത്താനുള്ള, നമ്മളിപ്പം ഒരു വിളക്ക് കത്തിച്ച് വെച്ചാൽ അതിൻ്റെ പ്രകാശം എപ്പോഴും നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ, അത് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അതിലെ എണ്ണയും തിരിയും ഒക്കെ നോക്കിക്കൊണ്ട് യഥാവിധി അതിനെ പരിപാലിക്കണം, പോഷിപ്പിക്കണം എന്നർത്ഥം. അത് ശ്രദ്ധിക്കാതിരുന്നാലോ അത് നിലനിൽക്കില്ല. ലോകോ നഷ്ടപരന്തപ എന്ന് പറഞ്ഞ പോലെ.
അപ്പോൾ അതിൻ്റേതായ ഗതിവിഗതികൾ ഇന്നും കാലത്തിൻ്റെ മാറ്റം കൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഭക്തി സാധനയുടെ അനന്യഭക്തരായിട്ടുള്ളവർ ഇന്നും ആ മണൽത്തരി പോലും വൃന്ദാവനത്തെ സന്ദർശിക്കുമ്പോൾ പോലും അതിൻ്റെ ആ യഥാർത്ഥത്തിലുള്ള ശ്രീകൃഷ്ണൻ ബലരാമനും ഒക്കെ ജീവിച്ചിരുന്ന ആ സാന്നിധ്യം ഇന്നും, അതിൻ്റെ ചൈതന്യവത്തായിട്ടുള്ള എനർജി ഇന്നും അനുഭവിച്ചറിയാൻ സാധിക്കും. പക്ഷെ ആ ഒരു ഭാവനയിലേക്ക്, അതാണ് യഥാർത്ഥത്തിൽ ശ്രേയസ് എന്ന് പറയുന്നത്. പക്ഷേ പ്രത്യക്ഷത്തിൽ കണ്ടത് കഴിഞ്ഞുപോയി, അത് പ്രേയസ്സായിട്ട് നിലനിൽക്കും. പക്ഷേ പ്രേയസ് കൊണ്ട് ഇല്ലേ ഭക്തിമാർഗത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പോലും ഈ കഥകളൊക്കെ മനസ്സിലാക്കുമ്പം ഈ പ്രേയസ് എന്ന് പറയുന്നത് ഈ പ്രത്യക്ഷമായിരിക്കുന്നത് നഷ്ടപ്പെടുന്ന അവസ്ഥ. ഈ ശ്രേയസ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായതാണെങ്കിൽ തന്നെ അതൊരു കാലം അത്രയും, ഏറ്റവും കൂടിയാൽ ഒരു 5 തലമുറ, ഇല്ലെന്ന് ഇന്നത്തെ നിലയ്ക്കാണെങ്കിൽ 3 തലമുറ വരെ നിലനിന്നാൽ വീണ്ടും യോഗവും നഷ്ടപ്പെടേണ്ടെന്ന അവസ്ഥയിലേക്ക് വരും. കാരണം ഈ ശ്രേയസിനെയും പ്രേയസിനെയും ഉപരിയായിട്ട് ഇതിനെ അതിക്രമിക്കുന്നവർക്കാണ് പരമമായ സ്ഥാനത്തേക്ക് ഉയരാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ ആധ്യാത്മിക അല്ലെങ്കിൽ ഭാഗവതം പുരാണങ്ങൾ പോലും ഈ ശ്രേയസ്സും പ്രേയസ്സും തമ്മിലുള്ള വ്യത്യാസം കാണിച്ചു തരികയും ശ്രേയസ് കിട്ടിയാൽ പോലും അതും പൂർണ്ണമായിട്ട് നിലനിർത്താൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. കാരണം അതും ശ്രേഷ്ഠമായതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശ്രീകൃഷ്ണനും ബലരാമനും അവിടെ ഉണ്ടായിരുന്ന 11 വർഷക്കാലം വൃന്ദാവനവാസികൾ അനുഭവിച്ചത് മുഴുവൻ ശ്രേയസ്സാണ്. അതിൻ്റെ അനുഭൂതി തലത്തിലാണ് പിന്നീടും ആ തലമുറയിൽപ്പെട്ട ഒരു 5 തലമുറ വരെ അത് അനുഭവിച്ചിരുന്നു അർത്ഥം. യശോദയുടെ ഇല്ലെങ്കിൽ വൃന്ദാവനത്തിലെ ഗോപികുമാരുടെ പിൻഗാമികൾ അനുഭവിച്ചിരുന്നു. പക്ഷെ ഇന്ന് പോയാൽ നമുക്കത് കാണാനില്ല. ഇന്ന് അവിടുത്തെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ വാഹനത്തിൽ അവിടെ പോയിട്ട് അമ്പാടിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണത്തിനില്ലാതെ കൃഷ്ണൻ്റെ വേഷം കെട്ടിയിട്ട് നമ്മുടെ അടുത്ത് ഭിക്ഷ നീണ്ടുന്ന കുട്ടികളെ നമുക്കവിടെ കാണാം. കൃഷ്ണൻ്റെ വേഷം കെട്ടിയിട്ടുണ്ട്, പക്ഷെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വരെ അവരെ ഇല്ല. അവരെല്ലാം വന്ന് നമ്മുടെ മുമ്പിൽ കൈ നീട്ടും. അപ്പം അന്ന് അവരുണ്ടായിരുന്ന ശ്രേയസ് ഇന്നത്തെ തലമുറയ്ക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവരതിൻ്റെ മഹത്വം മനസ്സിലാക്കിയില്ലെങ്കിൽ, അച്ഛനമ്മമാരോ ആ സംസ്കാരം നിലനിർത്താൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ ആ യോഗമൊക്കെ നഷ്ടമായി പോയി. അപ്പോൾ ശ്രേയസ്സാണ് ശ്രേയസ്സോ വേണ്ടതെന്ന് ഞാൻ നിരന്തരം ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രേയസിനേക്കാൾ ശ്രേഷ്ഠമാണ് ശ്രേയസ്. പക്ഷേ ഇതിനെ രണ്ടിനെയും ജയിക്കണം, എന്നെങ്കിലേ ശാശ്വതമായതിനെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കൂ എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വ്യവഹാരത്തിൽ പ്രത്യക്ഷത്തിൽ കിട്ടുന്ന ഇഷ്ടഭോഗങ്ങൾ, ഈശ്വര ഭക്തിയിലൂടെ തന്നെ കിട്ടുന്ന ഇഷ്ടഭോഗങ്ങളും, ഇനി ഈശ്വരവിശ്വാസം ഇല്ലാത്തവർക്കും ഭൗതികമായ സുഖലോലുപൊളിയൊക്കെ ഉണ്ടെങ്കിലും സുഖവും ദുഃഖം മാറി മറിഞ്ഞ് ഈശ്വരാശ്രമം ഇല്ലെങ്കിലും അവരനുഭവിക്കുന്നതും ഭൗതികമായിട്ട് നമ്മുടെ ശരീരമടക്കം പ്രേയസാണ്. ഇനി അതിൽ നിന്ന് ഭക്തിഭാവത്തിലേക്ക് വന്നാൽ തന്നെ ഈശ്വരനെ ഭജിച്ചിട്ട് കിട്ടുന്ന ഇഷ്ടഭോഗങ്ങൾ അതും പ്രേയസാണ്. അത് കുറച്ചും കൂടെ ശ്രേഷ്ഠമായത് എന്ന് നമുക്ക് തോന്നുന്നു മാത്രമേ ഉള്ളൂ. സന്തതി വേണമെന്ന് പ്രാർത്ഥിച്ച് അതിനുള്ള പൂജകളോ യജ്ഞങ്ങളോ യാഗങ്ങളോ വേദവൈദിക കർമ്മങ്ങളോ ആ ഫലേച്ഛനുസരിച്ചുകൊണ്ട് ചെയ്താൽ അത് ഫലം കിട്ടും. പക്ഷെ അതേ കാരണം കൊണ്ട് പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ഇനി അതിനുപരി ഇതൊന്നും വേണ്ടാന്ന് നിശ്ചയിച്ച് നാകാംക്ഷ വിജയം കൃഷ്ണരാജ്യം സുഖാനിച്ച ആത്മബോധത്തോടുകൂടി ശ്രേയസ്കരമായിട്ടുള്ള കാര്യങ്ങൾ, അതീന്ദ്രിയ അല്ലെങ്കിൽ ജ്ഞാനം ലഭിച്ചിട്ട് അതനുസരിച്ച് ആത്മബോധത്തോടെ പ്രവർത്തിച്ച് അതൊരു 3 തലമുറ നിലനിർത്താൻ പാകത്തിനുള്ള ആധ്യാത്മികമായ ഉന്നതി നേടിയാലും അതും കാലക്രമത്തിൽ നശിക്കും. അപ്പൊ ശ്രേഷ്ഠമായതാണെങ്കിലും അതിന് നാശമുണ്ടെന്നർത്ഥം. അതാണ് ഇവിടെ ശ്രീകൃഷ്ണനും ബലരാമനും പിന്നീട് ബലരാമൻ വന്ന് കുറച്ചു കാലം അവിടെ താമസിക്കുമ്പോഴും ആ ശ്രേയസ്കരമായിട്ട് 2 മാസക്കാലം ഇവർ അതിൻ്റെ ആസ്വദിച്ചു എന്ന് പറയുന്നു. പക്ഷേ ഇന്നു പോയാൽ ഈ പറയുന്ന ആസ്വാദനത്തിൻ്റെ ഇവിടെയാണോ ഇവരൊക്കെ ജീവിച്ചിരുന്നതെന്ന് സംശയം വരെ നമുക്ക് അവിടെയുള്ളവരുടെ പെരുമാറ്റം കണ്ടാൽ സംശയം തോന്നുന്നു. ശ്രീകൃഷ്ണനും പമ്പാടി വൃന്ദാവനമൊക്കെ സന്ധിച്ചാൽ ഏകദേശം 200 കിലോമീറ്റർ ഇവർ ഓടിക്കളിച്ചിരുന്ന പ്രദേശമുണ്ടെന്ന് പറയുന്നു. 7000-ഓളം ക്ഷേത്രങ്ങളുണ്ട്, ശ്രീകൃഷ്ണ രാധാകൃഷ്ണ ക്ഷേത്രങ്ങളുണ്ട് അവിടെ. അതുപോലെ പല സ്ഥാപനങ്ങളും ഉണ്ട് ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയൊക്കെ പേരിൽ. പക്ഷെ അവിടെ ഒന്നും ഈ പറയുന്ന ശ്രേയസിൻ്റെ അംശം ഇവരിവിടെ ജീവിച്ചിരുന്നതാണോ, എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയെന്നാ പലർക്കും തോന്നുക. ഭൗതിക തലത്തിൽ ചിന്തിക്കുന്നവർക്കൊന്നും എന്തുകൊണ്ടാണ് ഇവിടെയാണ് തോന്നുക.
ആ ഒരു ഭാവം നമുക്കുണ്ടാകാൻ കാരണം ഇതൊക്കെ ശ്രേയസ്സാണെന്നർത്ഥം. ശ്രേയസ്സാണെങ്കിൽ പോലും, ശ്രേഷ്ഠമായതാണെങ്കിൽ പോലും അതും ഒരു 5 തലമുറ വരെ നിന്നാൽ അതിന് ശേഷം അത് നശിക്കും. ഇല്ലെങ്കിൽ അതിനെ നിലനിർത്തുന്ന സംസ്കാരം അവിടെ ഉണ്ടായിരിക്കണം. അതില്ലാതെ വന്നാൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ അവിടെ സംഭവിക്കും എന്നാണ് പറയുന്നത്. അതാണ് ഭഗവാൻ പറഞ്ഞതും. ഞാൻ ഈ യോഗം ആദ്യം പറഞ്ഞു കൊടുത്തത് എന്ന് പറഞ്ഞാൽ സൂര്യനാണെങ്കിലും അതൊരു 5 തലമുറ നിലനിർത്തി അത് കഴിഞ്ഞ് യോഗവും നഷ്ടപരന്തവ എവം പരമ്പര പ്രാപ്തമയം രാജർഷയോവിധം സകാലേനേകമകഥായോഗവും നഷ്ടപരന്തവ എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രേയസ് കിട്ടിയാൽ പോലും ഈ 3, 4, 5 തലമുറ കഴിയുമ്പോഴത്തേനും അത് നശിക്കും. അപ്പോൾ ശ്രേയസ്സും പ്രേയസ്സിനും ഉപരിയുള്ള ലക്ഷ്യത്തിലേക്ക് നമ്മൾ നീങ്ങണം എന്നർത്ഥം. അതാണ് ഈ തരത്തിലുള്ള കഥകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത അധ്യായത്തിലേക്ക് അടുത്ത ദിവസം നമുക്ക് കാണാം. അത് പൗണ്ഡ്രകൻ, ശ്രീകൃഷ്ണൻ്റെ വേഷം കെട്ടി കിടന്ന ഒരു ഭക്തൻ്റെ വധവുമൊക്കെയാണ് അടുത്ത അധ്യായത്തിൽ പ്രതികരിക്കുന്നത്. നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.